സിംഗപ്പൂരിലെ അവസാനത്തെ ദിവസം. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഞാനിങ്ങനെ എൻ്റെ റൂമിലെ ജനവാതിലിലൂടെ ഇവിടുത്തെ അതിബൃഹത്തായുള്ള ബിൽഡിംഗ് മറ്റുമെല്ലാം ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ അവസാനത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ കാറിൽ കയറി എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു നീണ്ട യാത്ര, അതായത് ഹോങ്കോങ്, മക്കാവോ, റോയൽ കരീബിയൻ ക്രൂസ്, സിംഗപ്പൂർ ലാൻഡ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ എയർപോർട്ടിൽ പോകുന്നു. എയർപോർട്ടിലും ചില കാര്യങ്ങൾ ചിത്രീകരിക്കാനുണ്ട്. കാരണം സിംഗപ്പൂർ എയർപോർട്ടും അവരൊരു വാണിജ്യപരമായി തന്നെ എടുത്ത് നടത്തുന്നൊരു സ്ഥലമാണ്. ശരിക്കും സിംഗപ്പൂരിനെ കണ്ട് പല രാജ്യങ്ങൾക്കും പഠിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിന് നമുക്ക് പല എയർപോർട്ടുകളും പല സ്ഥലത്തും ഉണ്ട്. കേരളത്തിലൊക്കെ 4 എയർപോർട്ടാണ് നമുക്കുള്ളത്. അവിടെ വേണമെങ്കിൽ കേരളത്തിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവിടുന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ ചിന്തിച്ചിരിക്കെ ഞാനിങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്. എയർപോർട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെ 3 ടെർമിനൽ ആണ് ഉള്ളത്. ടെർമിനൽ 3യിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻസ് എല്ലാം തരുന്നുണ്ട്. ഞാൻ ബുക്ക് ചെയ്തത് മലേഷ്യൻ എയർലൈൻസിൻ്റെ തന്നെ ബാത്തിക് എയർലൈൻസ് ആണ്. ഇവിടുന്ന് മലേഷ്യയിൽ നിന്ന് കൊച്ചി. ഇതെല്ലാമാണ് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇഷ്ടംപോലെ ആളുകൾ, ഇത് ന്യൂ ഇയറിൻ്റെ ഒരു സമയമായതിനെ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെയുണ്ട്. ഈ ഒരു കവാടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിൻ്റെ, സ്കൈ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടന്നു പോകാം അടുത്ത ടെർമിനലിലേക്ക്. അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ, അതായത് ചില്ലിൻ്റെ അപ്പുറത്തൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അതായത് നമ്മൾ ഷട്ടിൽ ട്രെയിൻ എന്ന് പറയും, ഒരു ടെർമിനലിൽ നിന്ന് വേറെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുണ്ട് അവിടെ. ഞാൻ എന്തായാലും നടക്കാമെന്ന് തീരുമാനിച്ചു. വളരെ രസകരമായൊരു സംഗതി തന്നെയാണ്. അതായത് ഒരു ടെർമിനലിൽ നിന്ന് മറ്റു ടെർമിനലിലേക്ക് ഒരു ചെറിയൊരു എയറോ ബ്രിഡ്ജ്, അത് കടന്ന് നമ്മൾ എത്തുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ വളരെ മനോഹരമായി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു എയർപോർട്ട്. ആളുകൾ പലരും ഇവിടെ വരുന്നത് തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലെ പല കാഴ്ചകളും ചിത്രീകരിക്കാനും കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ നേരത്തെ എത്തും ഇവിടുത്തെ എയർപോർട്ടിൽ. എന്നിട്ട് ഈ ടെർമിനലിലേക്ക് വന്നിട്ട്, തൊട്ടടുത്തുള്ള ടെർമിനലിൽ വന്നിട്ട് അവർ ചിത്രീകരിക്കും. ഇതൊന്നും ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി വെച്ചതല്ല, എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് വാലിയാണ് ശരിക്കും നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. ദൂരെ കാണുന്നതാണത്. ശരിക്കും ഒരു കാടിൻ്റെ നടുവിലെ ഒരു എയർപോർട്ട് എന്നൊരു പ്രതീകം അവരുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അത് അവർ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. എത്രയോ പേരിവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, ഈ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുന്നു. വല്ലാത്തൊരു അനുഭവമാണിത്. കാരണം ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതേവരെ ഞാൻ പോയ പല രാജ്യങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷട്ടിൽ ട്രെയിൻ. ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകുന്ന ഷട്ടിൽ ട്രെയിനാണത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനന്ന് പോകുന്ന സമയത്ത് അത് റിപ്പയറായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഇത് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അവിടെ നിന്നും ഞാൻ വീണ്ടും നടത്താൻ തുടങ്ങി. നോക്കുമ്പോൾ കുട്ടികൾക്ക് രസകരമായിട്ടുള്ള ഗെയിംസും മറ്റേതൊക്കെ ഇവിടെ അത് വേറെയുണ്ട്. ഇതെല്ലാം ഇവിടെ ഒരു വാണിജ്യം എന്ന രീതിയിൽ ഇവർക്ക് എല്ലാത്തിനും വരുമാനം വീടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വേണം ശരിക്കും ഒരു വിദേശ രാജ്യം. എയർപോർട്ട് പോലും എങ്ങനെ വാണിജ്യപരമായി, എങ്ങനെ അത് രാജ്യത്തിൻ്റെ ഇൻകം കൂട്ടാനായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഉള്ളിലെ കഫറ്റേരിയയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുവീനർ ഷോപ്സോ അതിൽ ഒതുക്കുകയല്ല വേണ്ടത്. ഇതുപോലെ എൻ്റർടൈനിങ്,
ഇപ്പോൾ മുകളിൽ നിങ്ങൾ കാണുന്ന നേരത്തെ കണ്ടിരുന്നത് ഒരു വല, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആൾക്കാർക്ക് പിടിച്ച് ഇതൊക്കെ ഈ സാഹസികമായുള്ള ആൾക്കാരെ മാക്സിമം അട്രാക്റ്റ് ചെയ്യാൻ, അതായത് യൂറോപ്യൻസ്, അമേരിക്കൻസ്, അവർക്ക് അട്രാക്റ്റ് ചെയ്യാനാണ് മാക്സിമം. നമ്മളിലും ചിലരൊക്കെ സാഹസികരുണ്ട്, എങ്കിലും കാര്യമായിട്ട് അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇവിടുത്തെ സൂവനീർ ഷോപ്പുകൾ പോലും അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക, വളരെ മനോഹരമായിട്ടും മറ്റുള്ള സൂവനീർ ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് ഒരു അട്രാക്ഷൻ തോന്നും, അവിടെ ചെല്ലണം, അവിടെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ. വീണ്ടും ഞാൻ അതിൻ്റെ മുകളിലെത്തി, താഴേക്ക് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് റെയിൽവേ പാളം കാണാം, ഷട്ടിൽ ട്രെയിൻ പോകുന്നത്. ആൾക്കാരിങ്ങനെ നടക്കുന്നതും, ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവിടെ ഉണ്ട്. ഇതല്ല ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം, വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അതവരിപ്പം നിർത്തി വെച്ചിരിക്കുകയാണ് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം. ഇതൊക്കെ സൂവനീർ ഷോപ്സാണ്. ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാം, വന്നിരുന്ന് കുശലങ്ങൾ പറയാം, അതിനെല്ലാം വേണ്ടിയ സൂവനീർ ഷോപ്സാണത്. ഞാൻ അതിലൂടെ എല്ലാം ഒന്ന് യാത്ര നടത്തി. സമയമുണ്ട് എനിക്ക്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു ബ്രിഡ്ജ് കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. പിന്നെ നേരത്തെ കാണിച്ച ആ വലയുടെ മുകളിൽ കൂടെ നടക്കാനും അങ്ങനത്തെ സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനെല്ലാം നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. അതാണ് ഇവരുടെ ഏറ്റവും വലിയ വരുമാനം. അതെടുത്ത് ഇഷ്ടം പോലെ പേർ പോകുന്നുണ്ട് എന്നാണ് അതിലെ ഏറ്റവും കൗതുകമായ കാര്യം. ആരും ഇത്രയും വലിയ പൈസയാണല്ലോ തുകയാണല്ലോ എന്നും വെച്ച് മാറി നിൽക്കുകയല്ല, അതിലേക്ക് വീണ്ടും ആകർഷകമായിട്ട് അതിലേക്ക് വീണ്ടും ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. ഇതവിടെ ഒരു ലേഡി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് താഴേക്ക് വരുന്നു. ഇതൊക്കെ ഒരു രസമായൊരു സംഭവം, കുട്ടികൾക്ക് ഇങ്ങനെ ഉല്ലസിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള. അവർ അതിൻ്റെ മുകളിലാണ്, അതായത് ഈ വല ഉണ്ടാക്കിയിരിക്കുന്ന മുകളിൽ വേറൊരു വല ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് കുട്ടികളുടെ സാഹസം. അങ്ങനെ വീണ്ടും ഇതെല്ലാ കാഴ്ചകളും ക്യാമറയിൽ പകർത്തി ഞാൻ തിരിച്ച് ഇനി എൻ്റെ ടെർമിനലിലേക്ക് തന്നെ പോകാം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഞാൻ വന്ന വഴിയെ തന്നെ ടെർമിനലിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളാണ്. അതായത് ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് വരുന്ന ദിവസം ഇവിടെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ തന്നെയാണ്. ചാങ്കി എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. വലിയ ഡോളുകളും മറ്റുമെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിംഗപ്പൂരായാലും വേറെ മലേഷ്യ ആയാലും ഒക്കെ അവിടെ ഉള്ളവർക്കൊക്കെ ഈ പാവക്കുട്ടികൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പാവക്കുട്ടികളുടെ കാര്യങ്ങൾ വലിയ രൂപത്തിലുണ്ടാക്കുക, അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇമിഗ്രേഷൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇനി ഞാൻ നിൽക്കുന്ന ടെർമിനലിലും കാണാൻ ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചയ്ക്കാണ് ഞാനീ പോകുന്നത്. ഈ ചെയിനിട്ടിരിക്കുന്ന ജാലകം പോലെയുള്ള ഇത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുന്നത് ഒരു ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. പൂമ്പാറ്റകളുടെ ഒരു ഉദ്യാനം. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി പൂമ്പാറ്റകളുണ്ട് ഇവിടെ. അതിൻ്റെ അടുത്ത് കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം. പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് നിങ്ങൾക്കിത് കാണാൻ പറ്റും. കുട്ടികൾ കയ്യിലെടുത്തിട്ട് പൂമ്പാറ്റ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇതും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന്, അതായത് ഇവിടെ നേരത്തെ എത്തുന്നവർക്ക് സമയം പോകാനും മറ്റിനും വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഒരു ഇത് അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും അവരത് ഒരുക്കി വെച്ചിരിക്കുന്നതും അത് പരിപാലിക്കുന്നതും വെറുതെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് കളയുകയല്ല. വളരെ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവരത് കൊണ്ട് നടക്കുന്നുണ്ട്. പലരും, മുതിർന്നവരും കുട്ടികളും എല്ലാം ഇവിടെ വന്നിട്ട് ഇത് ആസ്വദിക്കുന്നു.
നിരവധി പൂമ്പാറ്റകളാണ്, പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ. പൂമ്പാറ്റകളെ തൊടരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും പലരും പൂമ്പാറ്റകളൊന്ന് തൊടാനും ഒന്ന് കയ്യിൽ വയ്ക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. പൂമ്പാറ്റകളുടെ ക്ലോസപ്പിൽ ഫോട്ടോ എടുക്കുന്നു. ഞാനും ഒന്നൊരു ക്ലോസപ്പിൽ ഒരു വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തു. കാരണം ഇത് ആരും ക്യാമറ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾ അവർക്ക് ക്യാമറ കൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. പല വിദേശീയരും വന്ന് പൂമ്പാറ്റകളെ കൈകൊണ്ടെടുത്ത് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ആരും പൂമ്പാറ്റകളെ ഉപദ്രവിക്കുന്നില്ല. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നുന്നത്. അധികം ആരും കാണാത്ത ഒരു കാഴ്ചയാണ് പല എയർപോർട്ടുകളിലും. ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഇതെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാതെ പുറമേ ഞാൻ പോയിട്ട് വേറൊരു ആക്ടിവിറ്റിക്ക് നിർത്തിയല്ല. അങ്ങനെ നമ്മുടെ സമയമായി, നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇതാണ് എൻ്റെ ഫ്ലൈറ്റ് ബാത്തിക് എയർ. ഇവിടെയാണ് എൻ്റെ സീറ്റ്. അങ്ങനെ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തോടുകൂടി ഞാൻ യാത്ര പറയുകയാണ്. ഹോങ്കോങ്, മക്കാവ്, റോയൽ കരീബിയൻ ക്രൂസ്, സിംഗപ്പൂർ എന്ന് പറഞ്ഞ് ഒരു നീണ്ട യാത്ര. ആ നീണ്ട യാത്രയുടെ ഒരു അവസാനം അതാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലേഷ്യയിലാണ്. ഇവിടെ നിന്നാണ് എനിക്ക് കൊച്ചിക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. പക്ഷേ ചെറിയൊരു പ്രശ്നം ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഫേസ് ചെയ്തത്, എനിക്ക് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് വളരെ ഡിലേ ആയിട്ടാണ്. ഏകദേശം 1.5-2 മണിക്കൂറോളം ഡിലേ ആണ്. അപ്പോൾ ഇനി ആ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക എന്നല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ ഫ്ലൈറ്റ് ഡിലേ ആയതിനെക്കൊണ്ട് ഒരു എയർപോർട്ട് ലോഞ്ചിൻ്റെ ഇത് തന്നു. ഇത് നമ്മൾ കാർഡ് വെച്ച് കയറുന്ന ഒരു ലോഞ്ചാണ്. ഇവിടെ അത്രയ്ക്ക് വലിയൊരു ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കുറവാണ്. എങ്കിലും ഒരു 2 മണിക്കൂറൊക്കെ ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കാം. ഞാനങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റും കാത്ത് അവിടെ അങ്ങനെ ഇരിപ്പായി.